ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? നമ്മുടെ ചെകുത്താൻ അറിയില്ലേ, കുപ്രസിദ്ധിയിലൂടെ വൈറലായി ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ അയാൾക്ക് കുറച്ച് ലൈക്കോ കമൻറ്റോ കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടിട്ട് എന്താ പറയുക, മൊത്തത്തിൽ ശ്രദ്ധ അയാളിലേക്ക് തിരിക്കും. അത് അയാൾ ഭയങ്കര ഒരു എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ്. ഇപ്പോൾ അയാൾ കുറച്ച് ദിവസമായിട്ട് കോഴിക്കോട് ബസ്സിൽ വെച്ചിട്ടുണ്ടായ ഇൻസിഡൻറ്റിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നിരപരാധിയായ ദീപകിനെ കുറിച്ച് വളരെ മോശമായിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപക് മനഃപൂർവ്വം ആ സ്ത്രീയെ, അതിൽ പ്രതി ചേർക്കപ്പെട്ട സ്ത്രീയെ കയറി പിടിച്ചതാണെന്നും അങ്ങനത്തെ രീതിയിലുള്ള പല പോസ്റ്റുകളും, അതിൽ പ്രതി ചേർക്കപ്പെട്ട സ്ത്രീ നിരപരാധിയാണെന്നും അവർ ചെയ്തതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ദീപകിനെ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ദിവസം 1-2 പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്നതിന്. ഇവൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആരുടെ കൂടെയാണ്, അതായത് ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, ആരുടെ ഭാഗത്താണ് ന്യായം, അവർക്ക് ഓപ്പോസിറ്റായിട്ടേ ഇവ നിൽക്കുള്ളൂ. കാരണം ഇത് ബഹുഭൂരിപക്ഷം നിന്ന് എല്ലാവരും ഒരാൾക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കൂല. അത് തിരിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവനെ നോട്ട് ചെയ്യും, ഇവൻ എന്താ പറയുന്നത് എന്നൊക്കെ നോട്ട് ചെയ്യും. അപ്പോൾ ഇവനെ തെറി വിളിക്കാൻ കുറേ പേര് അക്കൗണ്ടിൽ പോകും, ഇവനെ തെറി വിളിക്കും. അപ്പോൾ ഇവൻ്റെ അക്കൗണ്ട് റീച്ച് ആവും. ഇവൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ മുന്നേ ഇവൻ പല പോസ്റ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ്റെ പല പോസ്റ്റുകളും ഇവൻ ലാലേട്ടനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടൊക്കെ പറയലുണ്ട്. എന്താ പറയുക, അതേപോലെ എന്തൊക്കെയോ പറയും. അതായത് ഇവനിക്ക് തോന്നിയതൊക്കെ ഇവൻ പറയും. ഇവന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയിട്ട് എന്ത് തമ്മടുത്തരം പറയുന്ന ഒരുത്തനാണ് അവൻ. കാരണം ഇവനെ തെറി വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവേകമോ ഒന്നും ഈ പൊട്ടൻകില്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. കാരണം ഇവൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങളെ കൊണ്ട് കമൻറ്റ് ചെയ്യിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് തെറി പറയിപ്പിക്കുക, ലൈക്ക് ചെയ്യിപ്പിക്കുക, റിയാക്ട് ചെയ്യിപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെ തെറി വിളിച്ചെന്ന് വിചാരിച്ചു, പച്ച തെറി വിളിച്ചു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേകമോ ബുദ്ധിയോ ഇല്ലാത്ത ഒരു മന്ദബുദ്ധി പൊട്ടനാണ് അവൻ. മനസ്സിലായില്ലേ? തെറി വിളിച്ച് ഞാൻ സങ്കടമാവില്ല, എന്നെ തെറി വിളിച്ചു, എന്താ എനിക്ക് ഭയങ്കര സങ്കടമായി, ഇങ്ങനൊന്നും തോന്നുന്ന ഒരുത്തനല്ല അവൻ. അവൻ പൊട്ടനാണ്. അപ്പോൾ അവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പലതും പറയും. പക്ഷേ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, അവർക്കൊന്നും മനസാക്ഷിയൊന്നും ഇല്ലാത്ത ഒരുത്തനാണ് അവൻ. എന്താ പറയുക, ലൈക്ക് കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനേക്കാളും വേറെ വല്ല പരിപാടി ചെയ്തുകൂടെ? ലൈക്കും കമൻറ്റും റിയാക്റ്റൊക്കെ കിട്ടും. എന്തൊക്കെയാ, അതായത് വളരെ മോശമായിട്ട്. ഇപ്പോൾ ഇന്നലെ ഒരു പോസ്റ്റ് കൊണ്ടുപോകാൻ ഒരു പോസ്റ്റ് എഴുതിയിട്ടതാണ്. വളരെ മോശമായിട്ടുള്ള പോസ്റ്റുകളൊക്കെ, വളരെ മോശം. ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഇവൻ ഇതിന് മുന്നേ പല പോസ്റ്റുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബിഷപ്പന്മാരെ കുറിച്ച്. അന്ന് അവന് ഗൾഫിലെവിടെയായിരുന്നു തോന്നുന്നു, GCC എവിടെയായിരുന്നു തോന്നുന്നു. ആ സമയത്ത് ഇങ്ങനെ പോസ്റ്റ് ഇവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഇവൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവന് കോമാളിയാണ്. ഇവർ സത്യം പറഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കാനും പണിയെടുത്ത് ജീവിക്കാനൊന്നും വയ്യവനെ കൊണ്ട്. ഇവനൊരു കോമാളിയാണ്, ഒരു എന്താ പറയുക, ഒരു കോമാളി പീസ്. അപ്പോൾ ഇവൻ്റെ ഉദ്ദേശം സോഷ്യൽ മീഡിയയിൽ വരിക, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ ഇതേപോലെ എന്തെങ്കിലും റിയാക്ട് ചെയ്യുക, ഏത് ഭാഗത്താണ് ന്യായം അതിന് ഓപ്പോസിറ്റ് നിൽക്കുക, എന്നിട്ട് ആൾക്കാരെ കൊണ്ട് തെറി വിളിപ്പിക്കുക, എന്നിട്ട് അതിന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഒരു ഉളുപ്പില്ലാതെ ഫുഡ് അടിച്ച് നടക്കുക. അപ്പോൾ ഇവനൊക്കെ തെറി വിളിക്കാൻ പോകുന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ വിവേകമോ ഈ പൊട്ടനക്കില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇപ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി, ആ പാവം ദീപകിൻ്റെ ആത്മാവിനെ വെച്ചുകൊണ്ടാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ലൈക്കും കമൻറ്റും മേടിക്കുന്നത്. എന്താ പറയുക, അതുകൊണ്ട് കിട്ടുന്ന ക്യാഷൊക്കെ അവൻ ഫുഡ് കഴിക്കുമ്പോഴേ അതിങ്ങനെ ഇറങ്ങി പോകുമ്പോഴേ ദഹിക്കും അത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയുക, എന്തൊരു ചൊല്ലുണ്ടല്ലോ, തീട്ട നിന്ന പന്നിക്ക്, അങ്ങനത്തെ ഒരു ചൊല്ലുണ്ടല്ലോ. അതേപോലെ എന്തോ ആണ് ഇവൻ എന്തും തിന്നും. അപ്പോൾ ഇവൻ അതിനു വേണ്ടി എന്ത് കുളത്തരം ചെയ്യും. ചെകുത്താൻ ആൻറ്റി.